സോ ഹായ്, അവർ ടീംസ് നെയിം ഈസ് ഫാൻഡം. അപ്പം എൻ്റെ പേര് ജോർജ് സി തോമസ്. ഞാനൊരു 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിലെ. ആൻഡ് മൈസെൽഫ് പ്രണവ് ദാസ് ആൻഡ് മൈസെൽഫ് നിതിൻ വിനയനൻ. ഓക്കെ, സോ ഞങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നെയിം ചെയ്തേക്കുന്നത് റിഗർ എന്നാണ്. റിഗർ റൈറ്റ് ടുഗെദർ ഷോർട്ട് ആക്കിയാണ് ഞങ്ങൾ റിഗറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് 40% ആൾക്കാരും ഇൻ്റർസ്റ്റേറ്റ് ആണെങ്കിലും ലോങ് ഡ്രൈവ്സ് ആണെങ്കിലും അതേപോലെ എയർപോർട്ടാണെങ്കിലും ഓടുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പം ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയർപോർട്ടിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പം ഞാനിപ്പം എനിക്ക് കൊച്ചിൻ എയർപോർട്ട് വരെ പോകണം. ഇപ്പം ഞാനിപ്പോൾ ഒരു ലോക്കൽ ടാക്സി ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ അഥവാ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറയുകയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യണം. അപ്പം എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അയാൾക്ക് ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പം 2 വേയുടെ എമൗണ്ടാണ് പേ ചെയ്യുന്നത്. തിരിച്ചാ വണ്ടി കാലിയായിട്ടായിരിക്കും വരുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തു, അയാൾക്ക് ട്രാവൽ ചെയ്യേണ്ടത് കോട്ടയത്തേക്കോ അല്ലെങ്കിൽ തിരുവല്ലയിലേക്കോ ആയിരിക്കും. അപ്പോൾ അയാളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അഥവാ ഒരു ടാക്സി, ലോക്കൽ ടാക്സി അവിടെ നിന്ന് ഹയർ ചെയ്ത് അയാൾ പോകേണ്ടി വരും. അപ്പോഴാണെങ്കിലും അയാളുടെ നാട്ടിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ആ വണ്ടി തിരിച്ചു പോകുന്നു. അയാൾ ഡബിൾ കോസ്റ്റ്, അതായത് 2 വേയുടെ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ റിഗർ സോഫ്റ്റ്വെയറിൽ നമ്മളിപ്പം ആദ്യത്തെ ഡ്രൈവർ രജിസ്റ്റർ ചെയ്തിട്ടുമാണ്, ഞാൻ ഈ സമയം തൊട്ട് ഈ സമയം വരെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതായത് എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂർ വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇതാണ് എൻ്റെ റൂട്ട് എന്നുള്ള രീതിക്ക് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ആപ്പിൽ കണ്ടിട്ട് ആ കൊച്ചിൻ എയർപോർട്ടിൽ വരുന്ന ആൾക്ക് ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ എംടി സീറ്റിൽ അയാൾക്കൂടെ ട്രാവൽ ചെയ്യാനും പറ്റും. ദെയർ ബൈ ആളുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മറ്റേ ആളുടെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 വണ്ടി ഓടേണ്ട ചിലവ് നമ്മൾ ഒരു വണ്ടി ഓടുന്നുള്ളൂ, ദെയർ ബൈ റെഡ്യൂസിങ് ദ ട്രാഫിക് ആൻഡ് ഓൾസോ പൊല്യൂഷൻ ലെവൽസ്. അപ്പം അതാണ് ഞങ്ങളുടെ സൊല്യൂഷൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പം ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഇപ്പം ആദ്യത്തെ ആൾക്കും വേണമെങ്കിൽ റിഗർ വെച്ച് രജിസ്റ്റർ ചെയ്ത് പോവാം. രണ്ടാമത്തെ ആൾക്ക് ആ ആപ്പ് നോക്കി റിഗർ വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് വേണ്ടി ഒരു കമ്മീഷൻ പോലെ ഡിഡക്റ്റ് ആകും. അതാണ് നമ്മുടെ ഒരു ബിസിനസ് മോഡലായിട്ട് നമ്മളൊരു പ്രോഫിറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്.